മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. ഇന്ന് മാറ്റുലിയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്കൊക്കെ പതുക്കെ ചില അതിഥികൾ കടന്നു വന്നു തുടങ്ങി. ആപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാമ്പുകൾ നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ധാരാളമുണ്ട്. പക്ഷെ അത് അപകടകാരികളാകുന്ന ഒരു തലത്തിലേക്കൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ചിത്രീകരിക്കുന്നതിൻ്റെ തലേദിവസം തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധിയായ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇന്നൊരു ചർച്ചയ്ക്കെടുക്കുകയാണ്. സ്നേക്ക് മാനിയാക്ക് എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ജോജോ മുക്കാട്ടുകര സുപരിചിതമായ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ചേരുന്നത്. സ്വാഗതം. എനിക്ക് തോന്നുന്നു ജോജോട്ടെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇന്ന് അറിയാം, ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ചില അതിഥികൾ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന പാമ്പുകടി ഉണ്ടാകുന്ന ദുരന്തം. സംഭവം അതിനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് വളരെ പ്രത്യേകതയുള്ളൊരു കാലാവസ്ഥയാണ്. അതായത് തുടക്കത്തിൽ ഇപ്പം എന്താ പറയുക, വേനൽക്കാലമാണെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞാൽ ഉടനെ മഴക്കാലം കഴിഞ്ഞാൽ മഞ്ഞുകാലം കഴിഞ്ഞാൽ വീണ്ടും കാറ്റുകാലം, അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു മഞ്ഞുകാലം, വേനൽക്കാലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി അനുസരിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങുമ്പോൾ, അതായത് നവംബർ തുടങ്ങി ഏതാണ്ട് ഒരു ജനുവരി ഫെബ്രുവരി വരെയാണ് പാമ്പുകളുടെ ഇണചേരൽ സമയം. അപ്പോൾ ആ ഒരു മാസങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പുറകിലോട്ട് പരിശോധിച്ചാൽ മാസങ്ങൾക്കൊന്ന് 2-3 മാസം പുറകിലോട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വീടുകളുടെ തൊടിയിടങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിൽ അല്ലെങ്കിൽ വീടിനകത്ത് പോലും 2-3 പാമ്പുകളെ ഒരുമിച്ച്, അതായത് ചെറിയ പാമ്പുകളല്ല, വലിയ പാമ്പുകളെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇണചേരൽ സമയമാണ്. ആ സമയത്തായതുകൊണ്ട് ഒരു പെൺപാമ്പിൻ്റെ ഫിറോമോൺ ഡിറ്റക്ട് ചെയ്തിട്ട് മറ്റ് ആൺപാമ്പുകൾ ഈ പെൺപാമ്പിനെ തേടി വരുന്നതാണ്. അങ്ങനെയാണ് എണ്ണത്തിൽ കൂടുതൽ പാമ്പുകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന പാമ്പുകടി ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനുഷ്യർക്ക്. അതുപോലെ തന്നെ ഈ ഇണചേരൽ കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഇനി അടുത്തത് എന്താ, കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 2 മാസം കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ കറന്റ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വീടിൻ്റെ തൊടിയിടങ്ങളിൽ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് പോലും, ഇപ്പോൾ ഇന്നലെ കൂടെ ഒരു ബാത്റൂമിൽ വീടിൻ്റെ അകത്ത് നിന്ന് 3-4 വെള്ളിക്കെട്ടൻ പാമ്പുകൾ നമുക്ക് കണ്ടു. നമ്മുടെ ചാലക്കുടിയിലെ റെസ്ക്യൂർമാർ അവിടെ ചെന്ന് അതിനെ പരിശോധിച്ച് കിട്ടിയില്ല. അവൻ എന്നെ വിളിച്ചു, എന്താ ചെയ്യാമെന്ന്. വേറൊന്നുമില്ല, അവരോട് ശ്രദ്ധിക്കാൻ പറയാ, വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 കടി കിട്ടിയത് ഈ പറയുന്ന വളരെ ചെറിയ കുഞ്ഞായിട്ടുള്ള വെള്ളിക്കെട്ടൻ പാമ്പിൻ്റെയാണ്. അതിനുശേഷം പിന്നീട് അവിടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീടിൻ്റെ തൊടിയിൽ നിന്ന് അടുത്തൊരു വെള്ളിക്കെട്ടൻ കുഞ്ഞിനേക്ക് കിട്ടി. അപ്പോൾ അവിടെ സാധ്യതയുണ്ട്. കാരണം വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് ഹൈലി നൊക്ടേണലാണ്, അതായത് രാത്രി മാത്രമാണ് ഇവർ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഇവർ 5-10 മുട്ടകൾ എവിടെയെങ്കിലും മതിലിൻ്റെ പൊത്തിനുള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ തറയുടെ ഉള്ളിലൊക്കെ മുട്ടയിട്ടേക്കാം. അങ്ങനെ വിരിഞ്ഞിറങ്ങുന്നതാണ് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. നമുക്കറിയാം, അസഹ്യമായ ചൂടാണ്. ഈ ചൂട് മൂലം ഇത്തരം ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ. അതും ഒരു കാരണമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് പോലും വീടിനകത്തിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്കറിയാം, ഒരു മാളം ഉണ്ടെങ്കിൽ ആ മാളത്തിൻ്റെ ഉള്ളിൽ പാമ്പുകൾ ഒരു പക്ഷേ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് അധികം നേരം അതിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഈവൻ നമ്മുടെ മനുഷ്യരെ പോലെയല്ല പാമ്പുകളുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാമ്പുകളുടെ ബ്ലഡ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡാണ്, അത് ശീത രക്തമുള്ള ജീവികളാണ്. അപ്പോൾ നമ്മളെപ്പോലെ ആ ഒരു ശരീരത്തിൻ്റെ താപനില കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി പാമ്പുകൾക്കില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത്തരം ഒരു അസഹനീയമായൊരു ചൂടുള്ള സമയത്ത് അവർ തണുപ്പുള്ള ഇടങ്ങൾ നോക്കി പോകും. അപ്പോൾ അതുപോലെ അസഹനീയമായ തണുപ്പുള്ള സമയങ്ങളിൽ അവർ ചൂടുള്ള സ്ഥലം നോക്കി പോകും. അപ്പം അങ്ങനെയാണ് മഞ്ഞുകാലങ്ങളിലൊക്കെ ഈ അടുപ്പിൻ്റെ അടുക്കളയുടെ സമീപങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാത്റൂമിൻ്റെ തണുപ്പുള്ള എന്താ പറയുക സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ AC-യുടെ ഉള്ളിലൊക്കെ വരെ നമുക്ക് പാമ്പുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാമ്പുകളുടെ പ്രത്യേകത. എങ്ങനെയാണ്, അവർക്ക് സ്വയം അവരുടെ താപനില കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ചൂടുള്ള സമയങ്ങളിൽ അവർ തണുപ്പുള്ള പ്രദേശങ്ങൾ കാണും, തണുപ്പുള്ള പ്രദേശങ്ങളിൽ അവർ തണുപ്പുള്ള സമയങ്ങളിൽ അവർ ചൂടുള്ള ഒരു പ്രദേശത്തും കാണാം.
നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വാർത്താമാധ്യമങ്ങളൊക്കെ നിറയുന്നത് കൊണ്ട് തന്നെ മലയാളികളെല്ലാം തന്നെ വലിയ ഒരു ആശങ്കയിലും ഭീതിയിലുമാണ്. കാരണം ഈ തൊടിയിലൊക്കെ കാണുന്ന ഇത്തരം ഇഴജന്തുക്കൾ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വന്നു അപകടങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന നിത്യേന പതിവായിട്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഈ പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോകില്ല, അത്രയ്ക്കേറെ ഭയമാണ്. സ്വാഭാവികമായിട്ടൊരു മലയാളിയുടെ ശരാശരിയുള്ള മലയാളിയുടെ അവസ്ഥ 100% ആളുകൾക്കും അങ്ങനെയാണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ വീടിന്റെ അകത്തെ തൊടികളിൽ കാണുന്നത് വീടിന്റെ അകത്തളങ്ങളിലേക്ക് അതിഥികളായിട്ട് വരുന്നു തുടങ്ങി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. വീടുകളിൽ പലരും വള്ളിപ്പടപ്പുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, ചെടികൾ കൂടുതലായിട്ട് കൂടി ഇതിന് അതൊക്കെ ഒരു സാധ്യത ഘടകമാണോ? വളരെ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം പാമ്പുകൾ എപ്പോഴും മനുഷ്യരിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ഒളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. പാമ്പുകൾ എന്നല്ല, എല്ലാ വന്യജീവികളും. അപ്പോൾ പക്ഷേ അവരുടെ എര എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അത്ഭുതത്തോടുകൂടി നമുക്ക് പറയാം, മനുഷ്യനുമായിട്ട് വളരെ അടുത്തിടപഴകി ജീവിക്കുന്ന എലികളും അതുപോലെയുള്ള ജീവികളാണ്. അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തൊടിയിലേക്ക് വലിച്ചെറിയുന്നു. ആ വലിച്ചെറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എലികൾ പോപ്പുലേഷൻ അനിയന്ത്രിതമായിട്ട് കൂടുന്നു. ആ എലികളെ നാച്ചുറലി ഒരു പെസ്റ്റിസൈഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാച്ചുറലി അവരെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും പാമ്പുകളാണ്. എന്ന് വെച്ചാൽ പാമ്പുകൾ മാത്രമല്ല എലികളെ പിടിക്കുന്നത്, ബാക്കിയുള്ള ജീവികളും പിടിക്കുന്നുണ്ട്. ഇപ്പം മൂങ്ങിയായാലും പരുന്തായാലും അല്ലെങ്കിൽ വേറെ കീരി പോലും ഈ പറയുന്ന എലികളെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ജീവികളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പാമ്പുകളെ അപേക്ഷിച്ച് പാമ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പുലിമുരുകയിലും മോഹൻലാൽ പറയുന്ന പോലെ അവൻ്റെ മടയിൽ കയറി പോയിട്ട് പിടിക്കാനായിട്ട് പാമ്പുകൾക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ ഒരു എലിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് 10,000 എണ്ണമായിട്ട് ഇരട്ടിയാവാം. അപ്പോൾ അത്തരം ഒരു പോപ്പുലേഷൻ എന്ന് പറയുക വളരെ ഹൈലി ബൂമായിട്ട് പോപ്പുലേഷൻ ചെയ്യുന്ന ഈ ജീവികളെ വളരെ നിസ്സാരമായിട്ട് ഈ പാമ്പുകൾ മാളത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ആ കുടുംബത്തെ തന്നെ ഉന്മൂലനം ചെയ്തിട്ടാണ് അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്ന പാമ്പുകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ വീടിനകമൊക്കെ ഇവർക്കൊരു ഹൈഡ് ഔട്ട് ആക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറത്തിടുന്ന ഫുഡ് വേസ്റ്റ് അവിടെ എലികൾ വളരുന്നു, അല്ലെങ്കിൽ ആ എലികളെ പിടിക്കാനായിട്ട് ഈ പാമ്പുകൾ മാളത്തിൽ കയറുന്നു. ഒരു പക്ഷേ ഈ എലികളെ തേടി ഈ പാമ്പുകൾ വരുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും ഹൈഡ് ഔട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഒരു നായേനെ കണ്ടു, അല്ലെങ്കിൽ ഒരു കീരീനെ കണ്ടു, ഒരു പൂച്ചയെ കണ്ടു, അല്ലെങ്കിൽ നമ്മളുടെ പ്രസൻസ് പെട്ടെന്ന് ഇവർക്ക് ഫീൽ ചെയ്തു. ഇവരുടെ അടുത്ത ഉന്നം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പെട്ടെന്ന് ഒളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു പക്ഷേ പുറകിലെ അടുക്കളയുടെ വാതിൽ നിന്ന് തുറന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാലകളോട് ചേർന്ന് ഈ വള്ളിപ്പടപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക ചുറ്റി വളർത്തിയിട്ടുണ്ടാവുക. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇവരെന്ത് ചെയ്യും, നേരെ അതുമോടെ ചുറ്റി കയറി അല്ലെങ്കിൽ ഈ വാതിലിന്റെ വിടവിലൂടെ ചുറ്റി കയറി നേരെ അകത്ത് കയറാം. അകത്ത് കയറിയാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ടൈൽസും ഗ്രാനൈറ്റൊക്കെയാണ്. ടൈൽസിൽ ഈ പാമ്പുകൾ എഴയാൻ ബുദ്ധിമുട്ടുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർ പെട്ടെന്ന് പേടിച്ചകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എഴയാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇവർ പതുക്കെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് സ്വാഭാവികമായിട്ട് എഴയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. ആ ഒളിച്ചിരിക്കുന്നത് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ചിലപ്പോൾ അതിനകത്ത് തന്നെ ഒളിച്ചിരിക്കും. മിക്കവാറും കിച്ചൺ ഷെൽഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഈ പറയുന്ന കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പെട്ടികളൊക്കെ തുണികളൊക്കെ കൂട്ടി വെച്ചതിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കും. അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല. സംഭവം അവർക്ക് എന്താ പറയുക, ഭക്ഷണം ലഭിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പെരുമാറുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പകൽ സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ നടന്ന് പെരുമാറുന്നതിൻ്റെ ആ ഒരു ശബ്ദവും അല്ലെങ്കിൽ ആ ഒരു വിസിബിളും കാരണം കൊണ്ട് ഈ പാമ്പ് അവിടെ തന്നെ പതുക്കെ പുറത്തേക്ക് തല വെച്ച് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് കാണുമ്പോൾ ആ ഒരു ഹൈഡ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാമ്പ് പതുക്കെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അനക്കും കാര്യങ്ങളൊന്നും ഇല്ല. പതുക്കെ രക്ഷപ്പെടാനുള്ള അവർ അടുത്ത വഴി നോക്കുന്നു. അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ കിടക്കുന്നതിൻ്റെ മുകളിലൂടെയും സൈഡിൽ കൂടെയൊക്കെ ആയിരിക്കും ഈ പാമ്പ് ഇറങ്ങിപ്പോവുക. ആ സമയത്ത് നമ്മൾ കിടക്കുന്നത് എങ്ങനെയാ, സാധാരണ ഇങ്ങനെ ജീവശവമായിട്ടുള്ള കിടക്കുക. നമ്മൾ അങ്ങോട്ട് കാലിട്ട് മറിയാം. അങ്ങനെ ചെരിയും മറിയുമ്പോൾ ഈ പാമ്പിൻ്റെ മേലിൽ തട്ടി കഴിഞ്ഞാൽ, പാമ്പിന് വേദനിച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ എന്താ പറയുക അടുത്തൊരു പ്രതിരോധം എന്ന് പറയുന്നത് കടിക്കുക എന്ന് മാത്രമാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതലും. ഇപ്പോൾ വെള്ളിക്കെട്ടനാണെങ്കിൽ നമ്മുടെ ശാസ്ത്രം പറയുന്നത് നിശബ്ദ കൊലയാളി എന്നാണ്, സൈലന്റ് കില്ലർ. അതിൻ്റെ കാരണമുണ്ട്. കാരണം വെള്ളിക്കെട്ടൻ്റെ കടി, നമ്മുടെ നാട്ടിൽ വെള്ളിക്കെട്ടൻ്റെ കടി അത്രയും കൊണ്ട് കോമൺ അല്ല, വളരെ അപൂർവമായിട്ടുള്ള കടികളേ ഉള്ളൂ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു, രാത്രിഞ്ചരന്മാരാണ്, ഹൈലി നൊക്ടേണലാണ്. അപ്പോൾ വെള്ളിക്കെട്ടൻ നേരെ പിടിക്കാൻ ഇറങ്ങുന്ന ഈ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയമാണ്.
അപ്പോൾ ആ സമയത്ത് ഈ വെള്ളിക്കെട്ടൻ ന്യൂറോടോക്സിക് എന്നാണ് പറയുക. അത് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷമാണ്, നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തേക്ക് ബാധിക്കുന്ന വിഷമാണ്. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ പ്രത്യേകത വളരെ ചെറിയ വിഷപ്പല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഏതാണ്ട് 360ഓളം ഇനം പാമ്പുകളിൽ ഉള്ളതിൽ ഏറ്റവും വിഷവീര്യം കൂടുതലുള്ള, കരയിലെ ഏറ്റവും വിഷവീര്യം കൂടുതലുള്ള ഒരു പാമ്പ് കൂടിയാണ്. അളവ് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ വീര്യം പൊട്ടൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പാമ്പ് വളരെ ചെറിയ പല്ലാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലോ കാലിലോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേദന വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ വല്ല ഉറുമ്പ് കടിച്ചതായിരിക്കും എന്നിട്ട് നമ്മൾ അത് തട്ടി മാറ്റി നമ്മൾ കിടന്ന് നല്ല അറിയില്ല. അങ്ങനെയാണ്. പിന്നെ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. കാരണം വെച്ചാൽ അത് 2 കുട്ടികളാണ്. കുട്ടികൾ കിടക്കുന്നതിനിടയിൽ അവരുടെ കിടക്കയിൽ അല്ലെങ്കിൽ അവരുടെ തലവണയുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കിട്ടിയത്. അപ്പോൾ ഈ 2 കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞെടുക്കുന്നതിനിടയിൽ അത് വളരെ ചെറിയൊരു സ്വാഭാവികമായിട്ടും ഇത്തരം ഈ വെള്ളിക്കെട്ടൻ പോലെയുള്ള പാമ്പുകൾ നമ്മുടെ തൊടികളിൽ വന്നു കഴിഞ്ഞാൽ നിരവധിയായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് കോമൺ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി മാത്രമേ പുറത്തിറങ്ങുള്ളൂ. മനുഷ്യർക്ക് അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും കിട്ടാറില്ല. എന്തെങ്കിലും കിണറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലയിലോ ഒക്കെ ട്രാപ്ഡ് ആയി കഴിഞ്ഞാലാണ് മനുഷ്യർക്ക് അതിനെ ആ പാമ്പിനെ കാണുവാൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും കൊണ്ട് മറ്റു മൂർഖനെ പോലെയോ അല്ലെങ്കിൽ ചേരയെ പോലെയോ അണലിയോ പോലെയോ അങ്ങനെ പകല് ഇതിനെ കാണാൻ കിട്ടാറില്ല. കോമൺ അല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വെള്ളിക്കെട്ടൻ്റെ കടി നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു പാമ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആളുകളൊക്കെ കൂടി പാമ്പ് അത് രക്ഷപ്പെട്ടു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ പാമ്പ് അതിൻ്റെ രീതിക്ക് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന ചില പഴയ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് വെളുത്തുള്ളി കൊണ്ടുപോവാ, എന്നിട്ട് ചതക്കി, എന്നിട്ട് അത് വീടിന് ചുറ്റും കലക്കി ഒഴുക്കി, പിന്നെ കായം അത് കലക്കി ഒഴുക്കി, അങ്ങനെ നാട്ടു വൈദ്യങ്ങളുടെ ഒരു കൂട്ടം അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അവസാനം പറഞ്ഞ് കുറച്ച് മണ്ണെണ്ണയാണെങ്കിൽ കിട്ടാൻ പോലും ഇല്ല, ഈ മണ്ണെണ്ണ വീടിന് ചുറ്റും ഒഴിക്കുക. അങ്ങനെ ഈ വീടിന് ചുറ്റും ഒഴിക്കാത്ത സംഭവങ്ങളൊന്നുമില്ല. സത്യത്തിൽ ഇതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? അതിൽ നമുക്ക് തുടക്കത്തിൽ പാമ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയേണ്ടി വരും. കാരണം വെച്ചാൽ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും പാമ്പിൻ്റെ നാക്ക് ഇങ്ങനെയായിരിക്കും. പാമ്പിൻ്റെ നാക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള. ഇതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു എലി ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ല് നമ്മുടെ മൂക്ക് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ എന്തോ ചത്ത് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെട്രോളോ ഡീസലോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് പെട്രോൾ കഴിക്കാൻ നമുക്ക് അതിന് സ്മെല്ല് പെട്ടെന്ന് അറിയാൻ പറ്റും. പാമ്പുകളെ സംബന്ധിച്ചോളം പാമ്പുകൾക്ക് വേറൊരു തരത്തിലാണ് അവർ സ്മെല്ല് എൻകോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. ഈ നാക്ക് പുറത്തേക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന് പറയുക. അന്തരീക്ഷത്തിലെ കെമിക്കൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന സെൻ പാർട്ടിക്കിൾസ്, ഈ മണമുള്ള ആ രാസ കണികകൾ, ഇത് ഈ നാക്കിൻ്റെ 2 ടിപ്പിലുമായിട്ട് ഒട്ടിപ്പിടിച്ച് ഇതൊക്കെ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് നേരെ ഉള്ളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൊമറോ നാസൽ ഓർഗൻ എന്ന് പറയും. അതായത് ഈ സ്മെല്ല് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാമ്പുകൾക്ക് ഒരു പ്രത്യേക തരം ഒരു അവയവമുണ്ട്. ആ അവയവത്തിലേക്ക് ഈ നാക്കുള്ളിലോട്ട് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ സിഗ്നലാണ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇരയെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ ഒരു ആക്രമണകാരിയെ അല്ലെങ്കിൽ തൻ്റെ ശത്രുവിനെ തിരിച്ചറിയുന്നതും മാളം തിരിച്ചറിയുന്നതും ഒക്കെ ഈ ഒരു ഇത് വഴിയാണ്. നമ്മൾ ഈ പറയുന്ന മണ്ണെണ്ണ, വെളുത്തുള്ളി, പാൽക്കായം, പിന്നെന്താ ഇഞ്ചി, പച്ചമുളക് ഒക്കെ അവർ അരച്ച് കലക്കി വീടിന് ചുറ്റുമൊക്കെ ഒഴിക്കും. ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് അത് സത്യത്തിൽ ഇതിന് ഗുണമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് മൊത്തം അറിയാം. കാരണം ഒന്ന് എന്റെ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ ചാനലിൽ വീഡിയോ കാണുന്നവർ വണ്ടിയുടെ എഞ്ചിൻ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടം പോലെ പാമ്പിനെ കിട്ടുന്നുണ്ട്. റേഷൻ കടയുടെ മണ്ണെണ്ണക്കാൻ ഇരിക്കുന്ന സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വരാൻ പാടില്ല. കാരണം അത് വെറുതെ ഓടിപ്പോയി ഒളിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അല്ല. പ്രോപ്പറായിട്ട് ഇപ്പോൾ റേഷൻ കട എന്ന് പറയുന്നത് ഇപ്പുറത്തെ മണ്ണെണ്ണ അപ്പുറത്ത് ഒരു ചാക്ക് അല്ലെങ്കിൽ 100 ചാക്ക് അരി ഉണ്ടാവും. അപ്പോൾ എലി അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. എലിയെ പിടിച്ച് അവർക്ക് ഹൈഡ് ഔട്ട് ചെയ്യുന്നത് ഈ മണ്ണെണ്ണക്കായൻ്റെ സൈഡിലാണ്. നമുക്ക് അനുഭവമുണ്ട്. അതുപോലെ വെളുത്തുള്ളിയുടെ കഥ പറയുകയാണെങ്കിൽ വെളുത്തുള്ളി അരച്ച് കലക്കി ഒഴിച്ചൊരു സിറ്റുവേഷനിൽ, അതായത് കാസർഗോഡ് നമ്മുടെ സുഹൃത്ത് റെസ്ക്യൂ ചെയ്യാൻ പോയതാ. അടുക്കളയിൽ രാജവെമ്പാലയായിരുന്നു. രാജവെമ്പാലിനെ കണ്ടു. ഈ വീട്ടുകാർ വെളുത്തുള്ളിയൊക്കെ അരച്ച് പേസ്റ്റ് പരിവാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ സന്തോഷ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അവിടെ ചെന്ന് ഈ രാജവെമ്പാലനെ റെസ്ക്യൂ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ രാജവെമ്പാല കിടന്നിരുന്ന് വെളുത്തുള്ളി ചെയ്തിട്ടാ. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ അല്ലേ അവിടെ നിന്ന് എന്താ പറയുക ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോകേണ്ടതാണ്. പിന്നെ എന്റെ എക്സ്പീരിയൻസ് അത് നമ്മുടെ മുക്കാട്ടുകാർ തന്നെ ഉണ്ടായതാ. ഇതുപോലെ ഒരു പാമ്പിനെ കണ്ടു. ഇതുപോലെ ഒരു കരിങ്കൽ പൊത്തിന്റെ ഉള്ളില് ഒരു പാമ്പ്, വീടിന്റെ ഉള്ളിൽ കേട്ടോ, വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു മൂർഖനെ കണ്ടു. ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. മൂർഖനാണ്, പക്ഷെ ഇത്രയും ഹൈറ്റില് കരിങ്കൽ കെട്ടാണ് ആ വീടിന്റെ ചുറ്റു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കത് പൊളിക്കാൻ നിവൃത്തിയില്ല.
അപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ആ പൊത്ത് മാളങ്ങളൊക്കെ ഒന്ന് അടക്കി, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടുകാർക്ക് ഒരു സമാധാനവും ഇല്ല. വീട്ടുകാർ നേരെ പമ്പിൽ പോയിട്ട് ഒരു 2 ലിറ്റർ ഡീസൽ, 1 ലിറ്റർ ഈ മതിൽ ഇവിടെയാണ് പമ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് 1 ലിറ്റർ ഡീസൽ അപ്പുറത്ത് വെച്ചു, ഇവിടേക്ക് 1 ലിറ്റർ ഒഴിച്ചു. അപ്പോൾ ഡീസൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. ചെടികളുണ്ട്, കുറച്ച് ചെടികളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ഉച്ചയോടെടുത്തപ്പോൾ ഈ പാമ്പ് പതുക്കെ, അപ്പോൾ ഒരു ജനാലിൽ നിന്ന് ഇങ്ങനെ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ പാമ്പ് പതുക്കെ ഇറങ്ങി വീടിൻ്റെ പുറകിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആ ഡീസൽ ഒഴിച്ചതിൻ്റെ മേലിൽ കൂടെ ഒരു പ്രശ്നവും കാണിച്ചില്ല. എന്നോട് അവർ പറയാ, ഡീസലൊന്നും ഒഴിച്ചിട്ട് പാമ്പിന് ഒരു കുലുക്കൂലല്ലോ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബോധ്യപ്പെട്ടില്ലേ? വളരെ ഈസി ആയിട്ട് ആ ചെടിയുടെ മുകളിൽ കൂടെ, ആ ഡീസലിൻ്റെ മുകളിൽ കൂടെ പതുക്കെ കഴിഞ്ഞ് ബാക്കിൽ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ ഇവ ഉപദ്രവകാരികളായി തീരുന്നത് നമ്മൾ ഇവയെ ആക്രമിക്കുമെന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് 2020 മുതലാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് റെസ്ക്യൂ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഒരു സർപ്പ എന്ന് പറയുന്ന വനം വകുപ്പിൻ്റെ ആ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് വന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, വയനാട് സ്കൂളിലൊരു ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ഒരു മൂർഖനെ വെച്ച് ഒന്ന് കളിപ്പിക്കുന്നതിനിടയിൽ ആൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു മൂർഖൻ്റെ കടിയേറ്റു, ആൾ തൽക്ഷണം മരിക്കാണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും സമയം കിട്ടിയില്ല, അത്രയും പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തര മർഡർ കേസ്. അതായത് റെസ്ക്യൂ ചെയ്ത അല്ലെങ്കിൽ പിടിച്ച കയ്യിൽ സൂക്ഷിച്ചൊരു പാമ്പിനെ ഇല്ലീഗലായിട്ട് വേറൊരാൾക്ക് അതിനെ കൈമാറിക്കൊണ്ട് ആ പാമ്പിനെ ഏറ്റവും വിവാദമായ അപ്പൊ ഈ ഒരു 3 ഇൻസിഡന്റ് ആണ് ഈ പറയുന്ന ഒരു സർപ്പ വനംവകുപ്പിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ടീം വേണം. കൃത്യമായിട്ട് അതിനെ വളരെ സുരക്ഷിതമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം, വളരെ സുരക്ഷിതമായിട്ട് അതിനെ റിലീസ് ചെയ്യണം. അപ്പോൾ കാണുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും വളരെ സുരക്ഷിതമായിട്ട്, അല്ലെങ്കിൽ പാമ്പുകൾക്ക് റെസ്ക്യൂ ചെയ്യപ്പെടുന്ന പാമ്പുകൾക്കും വളരെ കാര്യമായിട്ടുള്ള സുരക്ഷിതത്വം വേണം. അന്ന് 2020 ഈ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ഏതാണ്ട് കേരളത്തിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 20 വർഷത്തെ കണക്ക് പ്രകാരം, അതായത് 2020 വരെയുള്ള 2000 തൊട്ട് 2020 ഏതാണ്ട് ഒരു 20 വർഷത്തെ കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 1 മില്യൺ, അതായത് 10 ലക്ഷം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ 2020 നമ്മൾ ഈ സർപ്പ ടീം തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ 120-118 ആളുകൾ കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കടിയേൽക്കുന്നത് ഏതാണ്ട് ഒരു 3000-4000 ആളുകൾക്ക് കടിയേൽക്കുന്നുണ്ട്. പക്ഷെ മരണപ്പെടുന്നത് ഈ പറയുന്ന 120-130 ആ ഒരു റേഞ്ചിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ നിലവിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നവരാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏതാണ്ട് ഒരു 18 പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് കാരണം സർപ്പ ടീം എന്നല്ല ഞാൻ ഡിമാൻഡ് ചെയ്ത് പറഞ്ഞത്. ഒന്ന്, കടിയേറ്റ് മരണപ്പെടുന്നതിൽ ഒരു ഭൂരിഭാഗവും അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പോയി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ, അതായിരുന്നു ചോദ്യം. എങ്ങനെയാണ് അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ അതിനെ പോയി പിടികൂടാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെയാണ് ഏതാണ്ട് ഒരു ഭൂരിഭാഗവും ആളുകൾ കടിയേറ്റും മരണപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പാമ്പ് പിടിക്കുന്ന ആളുകൾക്കുമാണ് കടിയേറ്റിട്ടുള്ളത്. ബാക്കി വളരെ കുറച്ച് ശതമാനമാണ് ഇതുപോലെ ആക്സിഡൻ്റലി സംഭവിക്കുന്ന സ്നേക്ക് ബൈറ്റ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ 2026 നോക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 18 പേര് ചുരുങ്ങി. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കേരളത്തിൽ മികച്ച ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള അവബോധം, അതായത് ഒരു പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്നുള്ളൊരു അവബോധം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവബോധം നൽകുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കേരള വനം വകുപ്പിന്റെ ടീം നിരവധിയായ ബോധവൽക്കരണ ക്ലാസുകൾ മേഖലകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും എല്ലാ മേഖലകളും ഒരുമിച്ച് കേരള സർക്കാരിനൊപ്പം ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ ഒരു സ്നേക്ക് ബൈറ്റ് ഡെത്തിന്റെ ആ ഒരു ഇത് കുറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒന്നാണ് ഈ ചേര, അല്ലെ? ഈ ചേര ഉള്ള പറമ്പിൽ മറ്റുള്ള പാമ്പുകൾ വരില്ല എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു പാമ്പിന്റെ ഒരു ഏരിയയിലേക്ക് മറ്റൊരു ആൾ കടന്നു വരിക അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കിൾ, അതെങ്ങനെയാണ് അതിന്റെ ആവാസ വ്യവസ്ഥ? അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പാമ്പുകൾക്കും അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് അവർക്കൊരു ടെറിട്ടറി ഉണ്ട്, അതായത് ഒരു അതിര് കാത്തു സൂക്ഷിക്കുക മറ്റു ജീവികളെ പോലെ തന്നെ. അപ്പോൾ ആ ഒരു ടെറിട്ടറിയിലേക്ക് മറ്റൊരു പാമ്പിനെ പരമാവധി വരാൻ ശ്രമിക്കാറില്ല. അത് ഇപ്പൊ നമ്മളെപ്പോലെ തന്നെ, നമ്മളിപ്പോ വീട് ചുറ്റും മതിൽ കെട്ടി ജീവിക്കുന്നു, അവിടേക്ക് മറ്റൊരാൾ അതിക്രമിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സംഘർഷം അതുപോലെ തന്നെ എല്ലാ ജീവികളിലും ഉണ്ട്.
അപ്പോൾ ചേരയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ചേര എന്ന് പറയുന്ന ഒരു അത് കോമൺ നമ്മുടെ സുഹൃത്താണ് എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് ഈ ചേര കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നൊക്കെ പറയുന്നു. അത് കടിക്കുമോ? സംഭവം കടിക്കുമോ? ചേര കടിക്കും, പക്ഷെ വിഷമില്ല എന്ന് മാത്രം. അത് ഈ അണമുട്ടിയാലാണോ കടിക്കുള്ളൂ? ഈ പഴഞ്ചൊല്ലൊക്കെ പറയുന്നല്ലോ, അണമുട്ടിയ ചേര കടിക്കുന്നൊക്കെ പറയുന്നത്. ഒരു തരത്തില് അല്ല, അങ്ങനെ സത്യത്തിൽ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ? ചേര റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് പലരെയും കടിക്കാറുണ്ട്. കാരണം ചേരയെ മറ്റു പാമ്പുകളെ പോലെ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാമ്പല്ല. എന്തുകൊണ്ടാണത്? അത് ഒന്ന് ചേര നോൺ വെനമസ് ആണ്. ചേരയ്ക്ക് ഒരു എലീനെ, ചേരയുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് എലികളാണ്. അപ്പോ മറ്റു മൂർഖനോ അണലിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് എലിയെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? എലി ഡെഡായി. പക്ഷെ ചേരയെ സംബന്ധിച്ചിടത്തോളം ചേരയ്ക്ക് വിഷമില്ല. അപ്പൊ ചേരയ്ക്ക് എലിയെ ചേസ് ചെയ്ത് പിടിക്കണം. അപ്പൊ ചേര മാത്രമല്ല, നോൺ വെനമസ് ആയിട്ടുള്ള എല്ലാ പാമ്പുകൾക്കും വേഗതയും അല്ലെങ്കിൽ ആക്രമണ സ്വഭാവവും കൂടുതലായിരിക്കും മറ്റു പാമ്പുകളെ അപേക്ഷിച്ച്. ചേര അതുപോലെ നമ്മൾ ഇതിനെ പിടിക്കാൻ ചെന്നാലും ഇതിനെ ആക്രമണ സ്വഭാവം കാണിക്കും. നമുക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടിയെന്ന് പറ്റില്ല, നമ്മള് ഓടിപ്പിക്കും. അപ്പൊ അതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ചേര നമ്മുടെ ഈ ഒരു തൊടിയിൽ ചേരയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ചേരയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് ഇപ്പൊ നേരത്തെ സൂചിച്ച പോലെ വലിയ ചേരകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പാമ്പുകൾക്കൊരു സ്വഭാവമുണ്ട്. പാമ്പുകളിൽ കാനിബാലിസം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് സ്വന്തം മൃഗത്തെ തന്നെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒഫിയോഫാജി മറ്റ് പാമ്പുകളെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം ഈ പാമ്പുകൾക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ചേര എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് പാമ്പുകളെ തിന്ന് പാമ്പുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീവിയാണ് ഈ ഒരു ചേരപ്പാമ്പ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ പറയുന്ന വെള്ളിക്കട്ടൻ കുഞ്ഞായാലും അല്ലെങ്കിൽ മൂർഖൻ കുഞ്ഞായാലും അണലി കുഞ്ഞായാലും ചേര കണ്ടാൽ അവന്റെ വായിലൊന്നും കാണാൻ ഞാൻ പിടിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും ചേര നമുക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചേരയെ ആ ഒരു ടെറിട്ടറി ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഒരു വീട്ടിലകത്തൊരു ചേര കയറി, അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. കാരണം ഞാൻ പരമാവധി ആ ചേരയെ അടുക്കളയിൽ നിന്നോ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നാണോ റെസ്ക്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ആ വീട്ടുകാരെ കൺവിൻസ് ചെയ്യും ഈ ചേര ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് നല്ലതാണ്, മറ്റു പാമ്പുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ചേര ഇവിടെ ഉള്ളതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ എക്കോസിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ആ ചേരയെ നമുക്ക് എടുത്ത് പുറത്തു വിടാറാണ് ഞാൻ പരമാവധി ചെയ്യാറ്. പക്ഷേ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നത് കൺവിൻസ് ആവാത്ത ആളുകളും ഉണ്ട്. അറിയാലോ, ഇത് നാണയത്തിൻ്റെ രണ്ടു വശം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ചേരയുടെ പ്രത്യേകത ഇതാണ്. ഒന്ന്, അവിടെ വരുന്ന ചെറിയ പാമ്പുകളെ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും അവരെ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ എലികളുടെ കൺട്രോൾ, പോപ്പുലേഷൻ കൺട്രോൾ ഭയങ്കരമായിട്ട് ചേരയാണ് അവിടെ നിർവഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ചേരയെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഹാബിറ്റാറ്റിൽ നമ്മൾ ചേരയെ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ദൂരെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു എക്കോസിസ്റ്റം വേക്കൻ്റ് ആവും. സ്വാഭാവികമായിട്ടും എന്ത് വേണം, അവിടെ വേറൊരു ജീവി അല്ലെങ്കിൽ വേറൊരു പാമ്പ് ആ ഒരു ടെറിട്ടറി അഡാപ്റ്റ് ചെയ്യണം. അത് ഒരു പക്ഷേ മൂർഖനോ അണലിയോ ആവാം, അവരെ ഏറ്റെടുക്കാം. അപ്പോൾ നമുക്ക് ഏതാ സേഫ്? ഇത് പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്തായാലും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലൂടെയാണ് ഞങ്ങൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും പലർക്കും പലതരത്തിലുള്ള ചിന്താഗതികളുണ്ട് ഈ പാമ്പുമായി ബന്ധപ്പെട്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വീടിന്റെ ഭാഗത്തൂടെ പാമ്പ് വന്നാൽ പോലും വെളുത്തുള്ളി അരച്ച് കലക്കി ചുറ്റുപാടും തേക്കുന്ന അല്ലെങ്കിൽ ഒഴിക്കുന്ന തരത്തിലേക്കൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെയുള്ള ടീമുകൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അറിവുള്ളത്. എന്തായാലും ഈ ഒരു ചർച്ച ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നില്ല. നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമാണല്ലോ ഈ ഒരു സമൂഹത്തിൽ ഇന്ന് പലരും പേടിയോടെയും ഒക്കെ ഭയത്തോടെയൊക്കെ നടക്കുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ആ അർഹമായ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം നാളെ കാണാം ഇതേ വിഷയവുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.